ശ്രീ പത്മനാഭൻ, ഇതിപ്പോൾ ഒരു റോഡ് എന്ന് പറയുന്നത് ദേശീയപാത എന്നൊക്കെയുള്ളത് നിസ്സാര കാര്യമല്ല. രാജ്യത്തുടനീളം നമ്മൾ പല സംഭവങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ടുകളായി പുറത്തു വന്നിട്ടുള്ളതാണ്. നമ്മൾ വളരെ ചുരുക്കി സംസാരിക്കുകയാണ് കേരളത്തിൽ നടന്നത് എന്ത്, കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്ത് എന്നത്. ഇത് വലിയ വീഴ്ചയല്ലേ ശ്രീ പത്മനാഭൻ? അല്ല, കേരളത്തിൽ മാത്രമല്ല ഈ പ്രശ്നം. മൈസൂർ ബാംഗ്ലൂർ ഹൈവേ നിർമ്മിച്ച സമയത്ത് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. മൈസൂർ ബാംഗ്ലൂർ ഹൈവേ ഇതുപോലെ വയലിലാണ് നിർമ്മിച്ചത്, വലിയൊരു ഭാഗം. അതുപോലെ മല ഇടിച്ചിട്ടാണ് നിർമ്മിച്ചത്. അവിടെ ഈ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു, ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടായി. ആദ്യത്തെ മഴയ്ക്ക് 2024 മാർച്ച് മാസം 10-ാം തീയതിയോ മറ്റാണ് അത് ഉദ്ഘാടനം ചെയ്തത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഫസ്റ്റ് റെയിൻ വലിയ കുഴപ്പങ്ങളുണ്ടായി, ശരിക്കും സ്വിമ്മിംഗ് പൂള് പോലെയായി. പിന്നീട് വെള്ളം എവിടെ നിന്നാണ് വരുന്നത്, അത് ഏത് വഴിക്കാണ് പോകേണ്ടത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും അത് ഒക്കെ റെഡിയാക്കിയപ്പോഴാണ് അത് റെഡിയായത്. കൊങ്കൺ റെയിൽവേ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ കൊല്ലവും 2-3 തവണ കൊങ്കൺ റെയിൽവേയിൽ മലയിടിച്ചിലുണ്ടാവും. എന്നതിന് ശേഷം അത് ക്ലിയർ ചെയ്തിട്ടാണ് വീണ്ടും ഒട്ടിക്കുക. ഇപ്പോൾ അവിടെ നെറ്റൊക്കെ വെച്ച് ഫിറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ വലിയ തോതിലുള്ള കൺസ്ട്രക്ഷൻ വർക്ക് ഇപ്പോൾ കേരളത്തിൽ ഒരു മലപ്പുറത്ത് മാത്രമല്ല. ഇപ്പോൾ കാസർഗോഡ് പ്രശ്നമുണ്ട്, കാഞ്ഞങ്ങാട് പ്രശ്നമുണ്ട്, ചെറുവത്തൂർ മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ചു കഴിഞ്ഞു കുറച്ച് മുമ്പ്. ഈ മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ മണ്ണിടിഞ്ഞ് മരിച്ചിട്ടുണ്ട്. മടപ്പള്ളിയിൽ വർക്ക് നിന്നിരിക്കുകയാണ്, കാരണം സോയിൽ നെയിൽ ചെയ്ത ഭാഗം ഒന്നായി. സംശയമാണ് ശ്രീ പത്മനാഭൻ, താങ്കൾ അതൊരു നിസ്സാരവത്കരിച്ച് പറയുകയാണോ? ഇത് എല്ലായിടത്തും നടക്കുന്നതാണ്, അതൊരു ജനറലായി നടക്കുന്ന ഒരു കാര്യമാണോ എന്ന തരത്തിലേക്ക് താങ്കൾ ഇതിനെ നിസ്സാരവത്കരിക്കുകയാണോ എന്നൊരു സംശയം. അതല്ല ഞാൻ പറയുന്നത്, നമ്മൾ പ്രകൃതിയുടെ ഘടനയ്ക്ക്, അതായത് ഭൂമിയുടെ ഘടനയിൽ വലിയ മാറ്റം വരുത്താണ്. വലിയ മെഷീനറി കൊണ്ടുവന്ന് വലിയ കുന്നുകൾ ഇടിച്ചു നിരത്തി 2ആയി പിളർത്തി അതിൻ്റെ നടുവിലൂടെ റോഡ് പോകുന്നു. അതുപോലെ ഈ കുന്നിടിച്ച മണ്ണ് ഉപയോഗിച്ച്, ഈ പാറ പോലത്തെ കുന്നിടിച്ച മണ്ണ് ഉപയോഗിച്ച് വയൽ നികത്തുന്നു. 364 ദിവസവും വെള്ളം കെട്ടി നിൽക്കുന്ന വയലുകളാണ് പല വയലുകളും. ആ വയൽ നികത്തുന്നു. നികത്തിയതിന് ശേഷം അവിടെ 5 ആൾ 6 ആൾ, ഇപ്പോൾ കൂരിയാടൊക്കെ 6 ആൾ ഉയരത്തിലൊക്കെയാണ് മണ്ണ് ഇട്ട് നികത്തിയിരിക്കുന്നത്. എന്നിട്ട് അവിടെ ഹൈവേ നിർമ്മിച്ചിരിക്കുന്നു. ആ ഹൈവേയിലൂടെ പോകുന്നത് ഈ 24 ചക്രമുള്ള ടൺ കണക്കിന് ഭാരം പേറുന്ന ലോറികളാണ്. അപ്പോൾ ഇത് പ്രകൃതിക്ക് ചില എന്താ പറയുക, ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് അത് തുടക്കത്തിൽ എന്തായാലും കുഴപ്പങ്ങൾ സംഭവിക്കും. പ്രത്യേകിച്ച് ആദ്യത്തെ 1-2 വർഷം നിർബന്ധമായിട്ടും ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊങ്കൺ റെയിൽവേയിൽ സ്ഥിരമായി സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാലക്രമത്തിൽ നമ്മുടെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് അനുസൃതമായി പുതിയ പോംവഴികൾ കണ്ടെത്തി ഇത് പരിഹരിക്കണം. അല്ലാണ്ട് നമുക്ക് ഹൈവേ നിർമ്മാണം നിർത്തിവെക്കാൻ പറ്റില്ല. കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് അല്ല ശ്രീ പത്മനാഭൻ, ഹൈവേ നിർമ്മാണം നിർത്തിവെക്കണമെന്നുള്ളതല്ല, അത് കൃത്യമായ രീതിയിൽ പഠിച്ചിട്ട് വേണം ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളിടത്താണല്ലോ ഈ പ്രശ്നം നിൽക്കുന്നത്. ഇപ്പോൾ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന നമ്മളുടെ അതിഥിയായി എത്തിയിരിക്കുന്ന ജിഷ്മ പറഞ്ഞത് കേട്ടല്ലോ, പഠനം നടന്നിട്ടില്ല കൃത്യമായി. അതുകൊണ്ടാണ് ഇത് ഇത്ര വലിയൊരു പ്രശ്നം. താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഒരിടത്ത് മാത്രമല്ല, പലയിടങ്ങളിലായി ഉണ്ടാവുകയാണ്. അത് പല പല പ്രശ്നങ്ങളാണ്. അല്ല, പഠനം നടന്നിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ പ്രഗത്ഭന്മാരായ എഞ്ചിനീയർമാരുള്ള ഒരു സ്ഥാപനമാണ്. രാജ്യത്ത് ഏറ്റവും പ്രഗത്ഭന്മാരായ എഞ്ചിനീയർമാരുള്ള സ്ഥാപനമാണ്. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തിൻ്റെ ക്ലാസ്മേറ്റ് നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ്. അയാൾ കോഴിക്കോട് NIT നിന്നും റാങ്കോടുകൂടി സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായ ആളാണ്. അയാളെ മോശക്കാരനായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഏതായാലും താങ്കൾ അതിൽ വീഴ്ചയൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുകയാണ്.